ഈ ഒരു പേര് കൊമ്പൻകാട് എന്ന് കാണുമ്പോൾ തന്നെ ഞാനിപ്പോൾ ആരുടെ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ലാല മലപ്പുറത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇക്ക ഓടിവായോ. ഇന്ന് ഈ വീട് മുഴുവൻ ഞാൻ ഇന്ന് അരിച്ചു പെറുക്കും. കുറെ നിധികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? അല്ല, പെറുക്കണം എന്നുള്ളതാണ് ഇന്ത്യ ഒരു ആഗ്രഹം. കാരണം ഒരുപാട് ആൾക്കാർക്ക് പലതും പറഞ്ഞു കൊടുക്കാണ്ട്. സത്യത്തിൽ ഇക്കാന്റെ പഴയ വീട് അതിനൊന്ന് പുതുക്കി പണിതൊരു മേക്ക് ഓവർ കൊടുത്തതാണല്ലേ സത്യത്തില്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ശരിക്കും മനസ്സിൽ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നോ ഈ വീടിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം? മേക്ക് ഓവർ കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ വർക്ക് ക്ലയന്റ് ഇങ്ങനെ പറയും, വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് അയച്ചാലും മതി അങ്ങനെ പറയും. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ വെച്ചാലും ഫ്രെയിം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോനെ ചെടികളും നമ്മളെ മുറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത്. അതെ, ഞാൻ ആദ്യം വന്നപ്പോ ഈ ഊഞ്ഞാല രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കാണും. ഇത് ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം, കിളികളുടെ സൗണ്ട് കേൾക്കാം, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ യാതൊരു ശല്യം ഉണ്ടാവില്ല. നമ്മളെ ഒരു വണ്ടിന്റെ ഓണിന്റെ സൗണ്ടും കൂടെ വരില്ല. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് ഊഞ്ഞാലോ? ഊഞ്ഞാല് നമ്മളെ സത്യം പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തന്നത് നമ്മളെ മോളുട്ടിയുണ്ട്, കൊമ്പങ്കാടിലെ പെണ്ണ്, അറിയോ? അതാണ് ഓള് ഗിഫ്റ്റ് ആയിട്ട് അയച്ചത്. ഗിഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. വീടിന് ചേരുന്ന ഒരു ഊഞ്ഞാല് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് അളവെടുത്തിട്ട് പോയിട്ടുണ്ടോ. വീഡിയോ കറക്റ്റ് അളവെടുത്ത് പോയിട്ടുണ്ട്. ആള് വന്നപ്പോ പറഞ്ഞു, ഇത് ഞാൻ തന്ന ഊഞ്ഞാലാട്ടോ. അല്ലല്ല, അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് തന്നെ. ആണല്ലേ? പിന്നെ അറിഞ്ഞ ഞാൻ ഓള് തന്നാന്നുള്ളത്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറിയാലോ? ഓക്കെ. ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. അധികം വലിപ്പം വേണ്ട. ഇത് പണ്ടുണ്ടായ വീട്ടിലുണ്ടായ ആദ്യമുള്ള സിറ്റ് ഔട്ട് ആണ്. ഇതിന്മേൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് പഴയ വീടിന്റെ സൺസൈഡ്, ചെരിഞ്ഞിട്ടുള്ള സൺസൈഡ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ കമ്പിയൊക്കെ നിർത്തിയിട്ട് തന്നെയാണ് ഈ സ്ലാബ് ഇതൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡാ. അപ്പൊ ഇതിന്റെ കുറച്ചൊരു ഐഡിയ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു എഞ്ചിനീയർ വെച്ചിരുന്നു, ആളും പുലിയാണ്, ജൂനിയേഴ്സ് എന്നുള്ള അടുത്തുള്ള ഒരാളാണ്, പയമ്പളൂരുള്ള. അപ്പൊ ഓനും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോ സെറ്റാണ്. ഇനി നമുക്ക് വീട് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. കാരണം പ്രേക്ഷകരെ വെയിറ്റ് ചെയ്യുന്നത് 2 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയ വീട് എന്നാണ് ഞങ്ങൾ കേട്ടത്. ശരിയാണോ എന്ന് അറിയില്ല. പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇത് 2 കോടിയുടെ വീടാണോ, ഇതില് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, ഒരുപാട് കാര്യങ്ങൾ. റൂമിലും ഞങ്ങൾക്ക് പൂൾ കാണാം. അതാണ് അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അകത്തേക്ക് കയറിയാലോ? ഓക്കെ. ഓ വൗ, നൈസ്. നമുക്ക് ആദ്യം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പണ്ടത്തെ വീട്ടിലുണ്ടായതാണോ? ഈ ഇത് ഒരു ബെഡ്റൂം ആയിരുന്നു. ബെഡ്റൂം ആയിരുന്നു ഇത്. ഓക്കെ, അതിന് മേക്ക് ഓവർ കൊടുത്തതാണോ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇതില് 3 ബെഡ്റൂം ആയിരുന്നു. അപ്പൊ അതിൽ ഒരു ബെഡ്റൂം കളഞ്ഞിട്ടാണ് ഇതേപോലെ ഒരു ലിവിങ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കിച്ചണും, ഒരു റൂം കളഞ്ഞിട്ടാണ് കിച്ചണും ഉണ്ടാക്കി. കിച്ചണും ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴെ റൂം കമ്മിയപ്പോഴാണ് മുകൾക്ക് വീട് ഉണ്ടാക്കിയത്. ഇതിപ്പോ കൊറേ വീട് ചെയ്തത് കൊണ്ട് ആൾക്ക് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ കൊറേ വീട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ മനസ്സിൽ വരുമല്ലോ. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, ഞാൻ പറഞ്ഞല്ലോ. അതെ, അത് പിന്നെ അത് മാത്രല്ല, ഇന്റേതല്ല, എഞ്ചിനീയർ നിലയും കൂടെ ഉണ്ട്. എഞ്ചിനീയർ ആണ് മെയിൻ. അതെ, ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ഒരു വാർഡ് വാങ്ങുന്നതുണ്ട്. ബോച്ചയുടെ അത് സിയയുടെ. നമ്മുടെ കുഞ്ഞൊക്കെയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ്. ഇതൊക്കെ ഫാൻസ് അയച്ചതാണോ? അതെ, ഫാൻസിന് വരക്കണതാ. ഈ വരക്കണതുണ്ട്. അതേപോലെ ഒരു ഫ്രെയിം ആക്കിയിട്ട് നമ്മള് ഇനാഗ്രേഷനൊക്കെ പോകുമ്പോ സ്റ്റേജിൽ കയറിയിട്ട് ഓരോരുത്തർ തരും. അങ്ങനെ തരുന്നതാ. കുഞ്ഞാപ്പൂവിന്റെ, ഞാനും കുഞ്ഞാപ്പൂ ഉള്ളത്, അതേപോലെ ഞാനും ഫാറൂഖും മുനീറും ഉള്ളത് അവിടെ ഉണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട്സ്, നാട്ടിലുള്ള ആൾക്കാര്, ഞങ്ങളെല്ലാരും കൂടെ ധനുഷ്കോടി പോയതാ. ഒരു 42 പേരുണ്ടാവും ഒരു ബസ്സിന്. അന്നൊന്നും നമ്മള് കൊമ്പങ്കാടൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര സന്തോഷം. കുറച്ചു പേർക്കൊക്കെ ചിലപ്പോ ആ സമയത്ത് ടാലന്റ് അറിയുന്നുണ്ടാവും അല്ലേ? അല്ല, അന്ന് നമ്മള് യൂട്യൂബിലുണ്ട്, പക്ഷെ അത്ര ഫെയിം അല്ല. എന്നാലും കട്ട സപ്പോർട്ടാണ്. അതെ, കട്ട സപ്പോർട്ട് പറഞ്ഞാൽ 1.5 സപ്പോർട്ടാണ്. നമ്മളെ നാട്ടുകാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടെങ്കിൽ 1.5 സപ്പോർട്ടാണ്. നമ്മളെ വീട്ടുകാര്, നാട്ടുകാര്, നമ്മളെ സുഹൃത്തുക്കള്, ഇങ്ങനെ എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഒരു നാട്ടിൽ നിന്ന് ചില ആൾക്കാർക്ക് അത്ര ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്റെ അത്ര കിട്ടണേ ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഫാൾട്ട് വന്നാൽ വരെ ഒരു പറഞ്ഞു തരും. അത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പറയല്ലേ? അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. കുറെ അവാർഡുകൾ ഇനിയുണ്ട്. ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവാർഡുകൾ ഒരുപാട്. ബോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു
അവാർഡൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നല്ലോ. സിയ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇരുന്നത്. സിയാന്റെ പ്രോഗ്രാമിൽ ഹൈലൈറ്റ് മാൾ, കോഴിക്കോട് ഹൈലൈറ്റ് മാൾ നേരത്തെ. ഓക്കെ. ഇത് എത്ര വർഷം മുമ്പായിരുന്നു? ഇത് 2 വർഷം മുന്നേ. 2 വർഷം മുമ്പേ ഉള്ളത്. രണ്ടുപേരും വൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കണം. ഓക്കെ. ആൻഡ് ഓൾറെഡി ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആവുമ്പോ എല്ലാ യൂട്യൂബേഴ്സിന്റെയും വീട്ടിലുണ്ടാവുന്ന ഒരു മെയിൻ കാര്യം പ്ലേ ബട്ടൺ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ തൂക്കണം. ഓൾറെഡി അതല്ല, ഇതാണ് നമ്മളെ ഏറ്റവും വലിയ എന്താ ഇതിന് പറയാ, ഇനി ഇതിന് വലുത് വരാണ്ട്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണുള്ളൂ. ചെയ്യാനായി 1 മില്യൺ ആവാനായി യൂട്യൂബ്. വെയിറ്റിംഗ് വൺ ഡേ നടക്കും ഞാൻ. വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും. പിന്നെന്താ, അതിന്മേലെ എന്താ വേണ്ടേ? സത്യം. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിമന്ന് വിട്ടു പോവാതെ ഇതിമ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ തോന്നണത്. സത്യം പറയാം. ഇത് നമ്മൾക്ക് ഇതിന് ഇത്ര വലിയ വാല്യൂ ഇല്ലാന്ന്, പക്ഷെ ഓരോ ആൾക്കാർ വന്നിട്ട് ലാൻഡ് വീട്ടിലെ പ്ലേ ബട്ടൺ, കുട്ടികളൊക്കെ വന്നാലുണ്ടല്ലോ, കുട്ടികൾ വന്നിട്ട് അപ്പൊ അവരെ മനസ്സിൽ വരെ ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. ശരിയാ. അപ്പൊ പിന്നെ എന്തിനാ നമ്മള് കുട്ടികളാണ് പിടിക്കും. കുറെ വർഷം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനും തൊട്ടു എന്ന് ഞാൻ വാങ്ങാനോ നടക്കും ഞാൻ ഇവിടെ. അടിപൊളി. ഒരുപാട് ട്രോഫീസ് ഇനിയുണ്ട് ഇവിടെ, വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അവിടെ ഉണ്ട്, നമുക്ക് അവിടെ കൂടെ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ സത്യത്തില്. ഇതെന്താന്നോ, ഇതിൽ ഇത്രേ പറ്റൂ. കാരണം ഇത് ഓൾറെഡി ആദ്യം ഇതില് ഡൈനിങ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ബാക്കിൽ കിച്ചൺ ആയിരുന്നു, അത് ഓട് മേഞ്ഞ കിച്ചണ്. അപ്പൊ കിച്ചണിന് ഇനിയും സ്പേസ് ഉണ്ടായിരുന്നു? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കിച്ചണ്. അപ്പൊ ആ ഏരിയന്റെ ചുമര് തട്ടിയിട്ടാണ് അവിടെ ഞാൻ സ്ലാബ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തത്. രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഇത്ര സ്പേസ് മതി, റൈറ്റ്? അതെ, സത്യം. അതായത് ഇത്ര സ്പേസ് മതി എന്നാണ് നമ്മളുള്ളിൽ ഒതുക്കി, അതാണ് അത് അർത്ഥം. ഇത്ര സ്പേസ് പോരാ, പക്ഷെ ഇത് നമ്മൾ ഉള്ളിൽ ഒതുക്കി, ഉള്ളിൽ ചെറുതായിട്ട് ചെയ്തപ്പോ അതൊരു ഭംഗിയായിട്ട് തോന്നുകയാണ്. അത്രേ ഉള്ളൂ. ഒരു നേരെ കിച്ചണിലേക്ക് ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്, ഫുഡൊക്കെ പെട്ടെന്ന് ഒരു കർട്ടൺ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും? എഞ്ചിനീയറിന്റെ ഐഡിയ. ആൻഡ് ഓൾറെഡി കുറെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ആരുടെ സെലക്ഷൻ ആയിരുന്നു? ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, സുഭാഷ് പറഞ്ഞ ഒരു ചെക്കൻ, ഓനാണ് വീടിന്റെ മൊത്തം നോക്കിയത്. നമ്മള് വർക്കിന് പോകുമ്പോ നമുക്ക് അറിയില്ല ഇത് എവിടേക്ക് എന്തൊക്കെ എന്ന് പണിക്കാരാരാ എന്താന്ന്, ഒക്കെ എല്ലാ കാര്യങ്ങളും ഓനാ നോക്കിയത്. ഇതിന്റെ ലൈറ്റിന്റെ സ്വിച്ച് കണ്ടുപിടിക്കാൻ വരെ ഞാൻ ഓനെ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം ഓനെ ഇതിന്റെ ഫുള്ള് നിയന്ത്രണം. ഈ ഓൾറെഡി ഫർണിച്ചർ പണ്ട് ഉണ്ടായതാണോ? അത് ഓൾറെഡി ഈ ടേബിള് ഓൾറെഡി ആദ്യം ഉള്ളതാണ്. എന്നിട്ട് മിൽക്കി അടിച്ചതാണ്. അപ്പൊ അതിന് സൂട്ടായ ഒരു സീറ്റ് എടുത്തു. വേറെ എന്തുണ്ട്? വാൾപേപ്പർ അല്ല, ആൻഡ് ഫോട്ടോ ഫ്രെയിംസ്. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്. കുറെ ഉണ്ട്, പക്ഷെ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല, അതാണ്. ഇനി ഇത് കിട്ടുന്നവർ ഇവിടെ വെക്കുന്നതായിരിക്കും എപ്പോഴും എല്ലാവരുടെയും സംശയം. ഇതിനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. നമ്മളെ അനാനൊക്കെ കാണിച്ച പോലെ ഒരു ഏരിയ അങ്ങനെ പ്ലാൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും മുകളിൽ ഉണ്ടാക്കാണ്ട്. ആണോ? ആഹാ, അടിപൊളി. ഓക്കെ, ഇപ്പൊ വീട്ടിൽ എത്ര റൂംസ് ഉള്ളത് ഇവിടെ? ഇപ്പോ 4 റൂം. 4 റൂമാണ്. താഴെ 2 റൂം, ഒന്ന് ലിവിംഗ് ആക്കി, ഒന്ന് കിച്ചണും ആക്കി. അപ്പൊ മുകൾക്ക് 2 റൂം എടുത്ത് ഒരു റൂമാണ് ഇവിടെ. നമുക്ക് റൂമാണ്. ഇത് നിങ്ങൾ കാണണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ റൂമിലാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നത്. അതെവിടെയെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു. ഇതിലൊരു കട്ടിലിട്ടിട്ട് നിസ്കരിക്കാൻ വരെ സ്ഥലമല്ല, എന്ത് ചെയ്യും? ഇതിലാണ് കുഞ്ഞാൻ പറഞ്ഞത് 2 കോടിന്റെ വീട്, സ്വിമ്മിംഗ് പൂള്. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ കാണാൻ വരും. എന്നിട്ട് വന്നിട്ട് ആൾക്കാർക്ക് പൂള് എവിടെ ചോദിക്കലുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ എന്താ ശരിക്കും ഫീല്? ശരിയായിരുന്നു. അത് ഓനങ്ങനെ പെട്ടെന്നാണ് പറഞ്ഞു പോയതാണ്. പക്ഷെ അത് കേറിയ പൊട്ടി, അതാണ് സത്യം. ഇതാണ് ഇത്ര സ്പേസ് ഉള്ളൂ. 3x3 ഒരു ചെറിയ റൂമാണ്. എല്ലാ റൂമും അങ്ങനെ തന്നെ, ഒറ്റ റൂം വലുതല്ല. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഞാൻ നോക്കുമ്പോ വീട്ടില് വൈറ്റ് ഗ്രീന് കളർ തീമാണ് കൂടുതൽ കൊടുത്തത്. എനിക്ക് ബെഡ്റൂമിലും ആ തീം തന്നെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, അത് പുറത്ത് അങ്ങനെ വന്നപ്പോ അകത്ത് അങ്ങനെ ഒരു ചെയ്തു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഇല്ല. ഓക്കെ, എന്റെ ഓൾറെഡി വീട് വെക്കുന്ന സമയത്ത് ഒരു വൈറ്റ് തീം, സ്പേസ് ഫീൽ ചെയ്യുന്നു പറയാം. അതെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊമ്പങ്കാട് കൊണ്ടുപോയി വെക്കണ കണ്ടിട്ടുണ്ടോ ആ ബോർഡ്? അതേപോലെ വീഡിയോ എടുക്കാൻ പോകുമ്പോ ഒരുപാട് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ചെല്ലുമ്പോ വൈറ്റ് ആവും. അപ്പൊ ക്യാമറമാൻ പറയും, എടാ അവിടെ വൈറ്റ് ആടാ, ഒന്നിട്ട് മാറിക്കാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഷൂട്ടിന് പോകുമ്പോൾ പറയുണ്ടാവും, അവിടെ വൈറ്റ് ആടാ, ബാക്ക്ഗ്രൗണ്ട് ഒന്നിട്ട് മാറിക്കാറ്. അപ്പൊ ഒരു ഡാർക്കാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ആ ഭാഗം അങ്ങനെ ചെയ്തപ്പോ ഞാൻ എന്ത് ചെയ്തു,
വീടിന്റെ മൊത്തം ഫ്രണ്ടൊക്കെ ഡാർക്ക് ആക്കി. ആ. അതുകൊണ്ടാണ് ഈ കോംബോ ഒക്കെ കൊണ്ടുവരാൻ കാരണം അവിടേക്കൊക്കെ. പക്ഷെ കൊള്ളാം. ആ കളർ തീം ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു. വീഡിയോസ് അല്ലേ അതല്ലേ നമ്മള് ഞങ്ങൾക്ക് വീടിനുകളുടെ എല്ലാ മുക്കും മൂലയും ഷൂട്ട് വരുമ്പോൾ അടിപൊളി ഫ്രെയിം ആയിരിക്കണം. അത് ഓൾറെഡി അത്രേ മനസ്സിലാവും. ഉള്ളൂ.